സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ നെല്ലിക്കശ്ശേരി. അതിപ്രധാനമെന്ന് തോന്നിക്കുന്ന കുറച്ച് വാർത്തകൾ ഇന്ന് രാവിലെ എത്തിയതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വാർത്തയ്ക്ക് കൺഫർമേഷനുകളായി വരുന്നതേ ഉള്ളൂ. ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. ആദ്യത്തെ ആക്രമണം ഉണ്ടായത് ലെബനനിലെ ഹൂതികളിൽ നിന്നാണ്. അത് ഖാലിഫ എന്ന് പറയുന്ന ഗലീലിയുടെ അടുത്തുള്ള പട്ടണത്തിൽ ഏകദേശം 165ഓളം ഡ്രോണുകൾ എത്തിക്കുവാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിഞ്ഞു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇത് ലെബനീസ് TV, സിറിയൻ TV ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IDF ഈ വാർത്തയെ നിരാകരിച്ചിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് വളരെ ചുരുക്കം ഡ്രോണുകൾ മാത്രം ഈ ഖാലിഫ പ്രദേശത്ത് വീണു എന്നാണ്. ബാക്കിയുള്ളത് അവർ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും ഈ അടുത്ത കാലത്ത് നടന്ന ഹിസ്ബുള്ള അറ്റാക്കിലെ ഏറ്റവും ഹെവിയസ്റ്റ് അറ്റാക്കാണ് ഇത് എന്ന് പറയാതെ വയ്യ. നിരവധി ആളുകൾക്ക് പരിക്കേറ്റതായി ഈ ടെലിവിഷൻ ചാനലുകൾ പറയുന്നുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഇതിനെ സംബന്ധിച്ച് പ്രതികരണങ്ങളില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, ഹൂതികൾ പാലസ്റ്റീൻ 2 എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചതായി അവകാശപ്പെടുന്നു. ബാലിസ്റ്റിക് മിസൈലാണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള മിസൈലാണ്, സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള മിസൈലാണ്. ഓഫ് കോഴ്സ് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ വളരെ വളരെ സ്പീഡാണ്. ഹൈപ്പർസോണിക് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഹൈപ്പർസോണിക് ആണ്. അവർ ശബ്ദത്തെക്കാൾ 20 ടൈംസ് ഫാസ്റ്റർ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 20 ടൈംസ് ഫാസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിലും ഇറ്റ് ഈസ് വെരി ഫാസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ ബാലിസ്റ്റിക് മിസൈൽ. എത്രയും ദൂരത്ത് വരുന്ന മിസൈൽ ആകുമ്പോൾ ഇറ്റ് ഈസ് എക്സെപ്ഷണലി ഫാസ്റ്റ്. അപ്പം അതിന് സ്റ്റെൽത്ത് ടെക്നോളജി ഉണ്ട്. സ്റ്റെൽത്ത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ റഡാറിന്റെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ്. ഹൂതികളുടെ അവകാശവാദ പ്രകാരം ടെലവീവിനും ജെറുസലേമിനും ഇടയിലുള്ള ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി ബേസിൽ അത് വീണതായും ഇസ്രായേലിന്റെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിന് അത് പരിക്കേൽപ്പിച്ചതായും അവിടെ തീപിടുത്തം ഉണ്ടാക്കിയതായുമാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള IDFന്റെ റെസ്പോൺസുകളായി പറയുന്ന ഒഫീഷ്യൽ റെസ്പോൺസ് വന്നിട്ടില്ല. IDFന്റെ റെസ്പോൺസുകളായി പറയുന്നത് അവർ ആ മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെൽത്ത് ടെക്നോളജിയുള്ള മിസൈൽ ആയതുകൊണ്ട് വളരെ ക്ലോസ് റേഞ്ചിൽ മാത്രമേ അതിനെ ഇന്റർഫിയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അതിന്റെ ഡെബ്രി എന്ന് പറഞ്ഞാൽ ഈ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വരുന്ന പൊട്ടും പൊടിയും അത് താഴെ വീഴുകയും നിലത്ത് അത് തീപിടുത്തം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇസ്രായേലിൽ നിന്നുള്ള റെസ്പോൺസ്. മൂന്നാമത്തെ വാർത്ത അതിലും പ്രധാനപ്പെട്ടതാണ്. അത് ഈ നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സിറിയയിലെ പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ എയർബേസ് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 5 റോക്കറ്റുകൾ അമേരിക്കൻ എയർബേസിൽ വീണതായാണ് ലെബനോൺ ടെലിവിഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലെബനോൺ ടെലിവിഷനാണ് ന്യൂസ് വരുന്നത്. ആരും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ഇത് കിഴക്കിൽ നിന്ന് വന്ന റോക്കറ്റുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. കിഴക്കിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഇറാഖിൽ നിന്നാണ് ഈ റോക്കറ്റുകൾ വന്നിട്ടുള്ളത് എന്ന് വേണം വിചാരിക്കാൻ. അപ്പം ഇറാഖിലുള്ള ഹിസ്ബുള്ള ബേസുകളിൽ നിന്നാണ് ഈ റോക്കറ്റുകൾ വന്നിട്ടുള്ളതെന്ന് വേണം അനുമാനിക്കാൻ, ഈ റിപ്പോർട്ട് ശരിയാണെങ്കിൽ. ഇത് റിപ്പോർട്ടുകൾ ഞാൻ പ്രധാനമായും കളക്ട് ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യയും മത്സരിച്ച ന്യൂസ് കൊടുക്കുന്ന പത്രസ്ഥാപനമാണ്. ന്യൂസ് കൺഫർമേഷൻ വരുന്നതിന് മുൻപേ അവർ ന്യൂസ് കൊടുക്കും. ബാക്കിയുള്ള വെസ്റ്റേൺ മാധ്യമങ്ങളിലൊക്കെ ഈ ന്യൂസ് വരുന്നതേ ഉള്ളൂ. ഈവൻ ഇൻ അൽ ജസീറയിൽ പോലും ഈ ന്യൂസ് കൺഫേംഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇപ്പോൾ ഈ ന്യൂസ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇങ്ങനെ 3 കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇവിടെ പറയുന്നത് ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടു, അമേരിക്കൻ ബേസ് ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. അമേരിക്കൻ ബേസിന് മുകളിൽ അമേരിക്കൻ വിമാനങ്ങൾ ധാരാളമായിട്ട് വട്ടമിട്ട് പറക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്, ഈ സിറിയയിലുള്ള അമേരിക്കൻ ബേസിന്റെ മുകളിൽ. അപ്പം ഒരുപക്ഷെ ബേസിൽ എന്തെങ്കിലും സംഭവിച്ച് വിമാനങ്ങൾക്ക് പരിക്ക് പറ്റാതിരിക്കുകയാണെങ്കിൽ വിമാനങ്ങൾ അവിടെ നിന്ന് മാറ്റിയതാണോ എന്നൊന്നും ഈ കൺഫർമേഷൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു മേജർ റിട്ടാലിയേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഈ ദിവസങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഈ ദിവസങ്ങളിൽ ഒരു ആക്രമണം 11-ാം തീയതി പല മാധ്യമങ്ങളും 11-ാം തീയതി ഇറാന്റെ ഭാഗത്ത് ഒരു ആക്രമണം പറഞ്ഞിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്നതാണ്, കണക്കുകൂട്ടിയിരുന്നതാണ്. ഇത് 11-ാം തീയതി രാത്രിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇസ്രായേലിന്റെ എക്സ്ട്രീം തെക്ക് നിന്ന്, അത് വളരെ ദൂരെയുള്ള ഒരു രാജ്യം, അത് തെക്ക് ഭാഗത്താണുള്ളത്. തെക്ക് ഭാഗത്തുള്ള യമനിൽ നിന്ന് ഹൂതികൾ ആക്രമിക്കുന്നു. വടക്ക് ഭാഗത്ത് നിന്ന് ലെബനോണിൽ നിന്ന് ഹെസ്ബുള്ള ആക്രമിക്കുന്നു. ദെൻ ഇതിന്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഹൂതികൾ വീണ്ടും ഇറാഖിലുള്ള ഹൂതികൾ ആക്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ചുറ്റും നിന്നുകൊണ്ടുള്ള ഒരു ആക്രമണം, ഒരു ഫൈനൽ അറ്റാക്ക് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം വരുന്നു എന്നുള്ളതാണ്. ഇറാൻ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്നത് പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ കൈകളാണ് ഈ പ്രവർത്തിക്കുന്ന മുഴുവൻ അവരുടെ കൈകളാണ്. ഇതിനെ സംബന്ധിച്ചുള്ള ഇസ്രായേൽ റെസ്പോൺസ്, അവർക്ക് എത്രത്തോളം പരിക്ക് പറ്റി എന്നുള്ളത് ഇതുവരെ
കൃത്യമായ വിവരമില്ല. IDF സ്പോക്സ് പേഴ്സണോ അല്ലെങ്കിൽ നെതന്യാഹുവിൻ്റെ മന്ത്രിസഭയിലുള്ള ആരെങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇതിൽ നിന്നും ഒരു കൃത്യമായ പ്രതികരണം വന്നാൽ മാത്രമേ ഇവരുടെ റെസ്പോൺസ് എന്താണെന്ന് പറയാൻ പറ്റൂ. അമേരിക്കൻ എയർബേസ് ആക്രമിച്ചാൽ അവർ ഒട്ടും അടങ്ങിയിരിക്കുന്ന ആളുകളല്ല. അവർ ആ നിമിഷം തിരിച്ചു കൊടുക്കും. സാധാരണ രീതിയിൽ അതാണ് അമേരിക്കയുടെ ഒരു രീതി. അവർ വെയിറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇസ്രായേൽ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. അവരുടെ റെസ്പോൺസ് എപ്പോഴും ആഫ്റ്റർ വെയിങ് എന്തൊക്കെ സംഭവിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കി, എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കി, അതിന് തിരിച്ചടിക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരാനുള്ള സംഗതികളെക്കുറിച്ച് പഠിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് അവർ ചെയ്യുക. കാരണം അവർക്കൂടെ ഹ്യൂമൻ കാഷ്വാലിറ്റി, അവർ മനുഷ്യജീവനുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് അവിടെ എല്ലാ എയർബേസുകളുണ്ട്, പട്ടാളക്കാരുണ്ട്, അവരുടെ സാധാരണ മനുഷ്യരവിടെ ഇല്ല. പട്ടാളക്കാരുടെ ജീവൻ എന്ന് പറയുന്നത് എപ്പോഴും റിസ്കിലുള്ളത് തന്നെയാണ്. അവർക്കൊന്നും നോക്കാനില്ല. അവരെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ മൊമെന്റിൽ തിരിച്ചടിക്കും. സാധാരണ ഒരു രീതി അതാണ്. അപ്പൊ ഇത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് വളരെ പെട്ടെന്ന് വഴുതി വീഴാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ന്യൂസ് ഇത്ര വേഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു സംഗതിയെ സംബന്ധിച്ചും കാര്യമായ കൺഫർമേഷനുകൾ വന്നിട്ടില്ല. ഹിസ്ബുള്ള ഡ്രോൺ അറ്റാക്കിനെ സംബന്ധിച്ചും ഹൂതികളുടെ പാലസ്റ്റീൻ 2 എന്ന് പറയുന്ന അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള അറ്റാക്കിനെ സംബന്ധിച്ചും സിറിയയിലെ അമേരിക്കൻ എയർബേസിലെ അറ്റാക്കിനെ സംബന്ധിച്ചും അതിൻ്റെ എക്സ്പാൻസ് എത്രയാണ്, അത് എത്രത്തോളം വൈഡായിട്ടുള്ള അറ്റാക്കാണ് സംഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് നഷ്ടങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഉള്ള ന്യൂസുകൾ വരും മണിക്കൂറുകളിൽ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.